ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹോളി എത്താണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ശ്രുതിയും പ്രീതിയും കൂടെ ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മനോരമയാണെങ്കിൽ മുന്നോട്ട് ചെല്ലാണ്. ഒറിജിനൽ മരയോളും ഡ്യൂപ്ലിക്കേറ്റ് മരയോളും കൂടി എന്തൊക്കെയാ സാധനങ്ങളാ വാങ്ങിയിരിക്കുന്നത്, ഇതിനൊക്കെ കൊടുക്കാൻ ക്യാഷ് ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖം അങ്ങ് മാറട്ടോ. ഉടൻ തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ റൂമിൽ പോയിട്ട് ഉണ്ടായിരുന്ന ആ കുഞ്ചിയിൽ നിന്ന് ഇങ്ങനെ തുഴഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്നതൊക്കെ ഈ ചില്ലറ പൈസയാണ്. അതാണെങ്കിൽ വീഴുമ്പോൾ തെറിച്ച് പോവാണ്. ഇതൊക്കെ കണ്ട് നിൽക്കുകയാണ് നമ്മുടെ അശ്വിൻ. അപ്പോൾ അശ്വിന് മനസ്സിലാവാണ് ശ്രുതിൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലായിട്ടാണ് ഇതെടുക്കുന്നതെന്നുള്ള കാര്യം. ആ ചില്ലറ പൈസയൊക്കെ തെറിക്കുന്നത് അലമാരീൻ്റെ അടിയിലേക്കും ഒരു മേശയ്ക്ക് അടിയിലേക്കൊക്കെയാണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ മാത്രം ലക്ഷ്യം വെച്ച് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിന് അറിയാം ശ്രുതി എണീറ്റ് വരുമ്പോൾ തല മുട്ടിയിട്ട് മുറിവാവുന്നുള്ളത്. അപ്പോൾ ശ്രുതി എണീക്കുന്ന നേരത്തെ തന്നെ നമ്മുടെ അശ്വിൻ ഓടി വന്ന് ശ്രുതി എണീക്കുന്ന ആ ഭാഗം അങ്ങ് പിടിച്ചു വെക്കുക കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവാണ് അശ്വിൻ ശ്രുതിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ചില കൺസിഡറേഷനൊക്കെ ഉണ്ടല്ലേ. അശ്വിൻ സാർ എന്ന് വിളിക്കുമ്പോൾ അശ്വിൻ അങ്ങ് ചെറുതായിട്ട് ചമ്മാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അശ്വിനും ശ്രുതിയും കൂടെ ഉറങ്ങുന്ന നേരത്ത് ശ്രുതി ബാൽക്കണിയിൽ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ ശ്രുതി വല്ലാണ്ട് ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹോളിയായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ നടത്തണം. ജ്യൂസ് ഉണ്ടാക്കണം, നിറയെ ജിലേബി ഉണ്ടാക്കണം, പിന്നെ കളർ വാങ്ങണം. അമ്മയ്ക്കും അച്ഛനും പച്ച കളർ, അമ്മായിക്ക് ഓറഞ്ച് കളർ, ചേച്ചിക്ക് നീല കളർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ മഞ്ഞ. അങ്ങനെ നമ്മുടെ ഹോളി ആഘോഷങ്ങൾ എത്താണ്. ഇവിടെ ഹോളി ആഘോഷം നടക്കുമ്പോൾ അശ്വിൻ സാറ് ഞാൻ പഴനിമലയ്ക്ക് നേർച്ച നേർന്ന് മുട്ടയടിച്ച് കാവടി എടുക്കും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ ശ്രുതികുമാരി ലക്ഷ്മി, മിണ്ടാതിരിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണേ. പിന്നീട് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ രാമേട്ടനോട് ഒരു പെട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. രാമേട്ടനാണെങ്കിൽ അത് തെറ്റിദ്ധരിച്ച് മുത്തശ്ശിയുടെ പെട്ടിയാട്ടോ കൊണ്ടുവരുന്നത്. അല്ല രാമേട്ട, ഞാൻ ഈ പെട്ടി അല്ലല്ലോ കൊണ്ടുവരാൻ പറഞ്ഞത്, ഇത് മുത്തശ്ശിയുടെ പെട്ടിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രുതി അത് കേൾക്കുകയും നമ്മുടെ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, അഞ്ജലി മേഡം ആ പെട്ടിയിൽ എന്താന്നുള്ള കാര്യം. അപ്പോൾ അഞ്ജലി ആ പെട്ടി തുറക്കുമ്പോൾ മുത്തശ്ശൻ്റെ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ കാണുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ആകെ മനസ്സ് വല്ലാണ്ടാവാണ് കേട്ടോ. എന്നിട്ട് മുകളിലോട്ട് കയറിപ്പോവാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ശ്രുതി ഹോളിൻ്റെ അന്ന് തന്നെ മുത്തശ്ശൻ്റെ വേഷം കെട്ടി മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ ഹോളി ദിവസം എത്തുമ്പോൾ അമ്മയെയും അമ്മായിയെയും അച്ഛനെയും ഒക്കെ അശ്വിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ശ്രുതി നീ ആ കളർ പൊടി എടുത്തിട്ട് അമ്മയുടെയോ ഒക്കെ മുഖത്ത് തേക്ക്, അവരുടെ പിണക്കൊക്കെ കണ്ട് മാറട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി അതുപോലെ ചെയ്യാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്യാം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ശ്രുതിയെ, എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ തന്നെ ഞാനല്ലേ ഇവിടുത്തെ ആദ്യത്തെ മരുമകൻ, അപ്പോൾ ആദ്യത്തെ മരുമകൾക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഈ പൊടി തേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പൊടി തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോണ സമയത്ത് അശ്വിൻ ഇത് കാണുകയും ശ്യാമിൻ്റെ അടുത്ത് വന്ന് ശ്യാമിൻ്റെ കൈ അങ്ങ് പിടിക്കുകയാണേ. എന്നിട്ട് ഞാനല്ലേ ശ്രുതിയുടെ ഭർത്താവ്, അപ്പം ഞാനല്ലേ ഇത് തേക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കളർ പൊടി എടുത്തിട്ട് ശ്രുതിയുടെ മുഖത്ത് തേക്കുകയാണേ. അതിനുശേഷം ഡാൻസും പരിപാടികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് തിങ്കളാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യണേ.